ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴത്തേക്കും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് 30 കിലോമീറ്ററാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത സമയത്തെന്ന് വെച്ചാൽ കേരളത്തിൽ ഫുള്ള് റെഡ് അലർട്ടാണ്. എസ്പെഷ്യലി ആതിരപ്പള്ളി, ചാലക്കുടി ആ ഏരിയയൊക്കെ ഫുള്ള് റെഡ് അലർട്ട് എന്നാണ് ഗൂഗിളിൽ കാണിച്ചിരുന്നത്. അതേപോലെ തന്നെ ആതിരപ്പള്ളി വാട്ടർഫോൾസ് ക്ലോസ്ഡ് എന്നാണ് കാണിച്ചിരുന്നത്. ശരിക്കും ഞങ്ങൾ എന്നാലും പോയി അവിടെത്തി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ ആ റൂട്ടിൽ പോയി. അപ്പോൾ ഡ്രീം വേൾഡ്, അതേണക്ക് സിൽവർ സ്റ്റോം, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആതിരപ്പള്ളി പോകുന്നത്. അതറിയാമല്ലോ. ശരിക്കും എൻ്റെ കൂട്ടുള്ളത് 8 ബാംഗ്ലൂർക്കാരാണ്, അതായത് കന്നഡക്കാരാണ്. അവർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ശരിക്കും ആതിരപ്പള്ളിയിൽ പോയത്. അതായത് നമുക്ക് ചാലക്കുടിയിൽ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചാലക്കുടിയിൽ നേരെ ചെന്നു. നമുക്ക് അടുത്തൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ അവർ വണ്ടി തന്നു നമുക്ക്. അപ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ആതിരപ്പള്ളിക്ക് പോയതാണ്. ശരിക്കും നമ്മൾ പോകുമ്പോഴും നമ്മൾ ചെന്ന ചാലക്കുടിയിലെ വീട്ടുകാർ പറഞ്ഞു, ശരിക്കും ഇപ്പം നല്ല ക്ലൈമറ്റ് അല്ല, ഒരു 2 ദിവസമായിട്ടുള്ള മഴ മാറിയിട്ട്, അതായത് ഞങ്ങൾ ചെല്ലുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ചയ്ക്ക് 2 ദിവസമായിട്ടുള്ള മഴ മാറിയിട്ട് ഇപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിരിക്കും. നിങ്ങൾ പോയാലും എല്ലാം കാണാൻ പറ്റില്ല, എന്നാലും നിങ്ങൾ ട്രൈ പോയി നോക്ക്, ഓപ്പൺ ആണെങ്കിൽ കാണാമല്ലോ എന്ന് പറഞ്ഞു. എടുത്തു പറഞ്ഞിട്ട് കാരണം വെച്ചാൽ എൻ്റെ കൂടെ വരുന്നവരെല്ലാം ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. അത് കണക്ക് തന്നെ അവർ ബാഹുബലി ഷൂട്ട് ചെയ്തത്, അത് കണക്ക് തന്നെ പുഷ്പ 2 ഷൂട്ട് ചെയ്ത സ്ഥലം കാണണം, അല്ലെങ്കിൽ ആതിരപ്പള്ളി കാണണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവരെ ആതിരപ്പള്ളി കൊണ്ട് കാണിക്കാൻ പോകുന്ന ഒരു ത്രില്ലും എനിക്കുണ്ട്. കാര്യം ഞാൻ നേരത്തെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പം ഇതൊരു നല്ല കാര്യം വെച്ചാൽ ആതിരപ്പള്ളി കാണാത്തൊരു ടീമിനെ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. പിന്നെ പോകുന്ന വഴിയിലെ കാഴ്ചകളെ പറ്റിയിട്ട് പറയണ്ടല്ലോ, എടുത്തു പറയേണ്ട കാര്യമില്ല. 1-1.5 കാഴ്ചകളാണ്. എൻ്റെ കൂടെ വന്നിട്ട് നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. അതേപോലെ തന്നെ പോകുന്ന വഴിക്ക് 1-2 സ്റ്റോപ്പുകൾ, അല്ലെങ്കിൽ നമുക്ക് നിർത്തി കാണാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ ഇവിടെ ഒന്നും നിർത്തിയില്ല. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് തിരിച്ച് എത്രയും വേഗം വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ സ്ഥലത്ത് നമുക്ക് 4 മണിക്ക് മുമ്പ് വരണം. അതുകൊണ്ടാണ് നമ്മൾ ധൃതി പിടിച്ച് പോയത്. ആതിരപ്പള്ളി വാട്ടർഫോൾസ് വരെ കാണിക്കാം, തിരിച്ച് ഫംഗ്ഷൻ വരാം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പമാണ് വരാനായിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഈവനിങ് 8 മണിക്ക്, അതായത് 8 മണിക്ക് കന്യാകുമാരി എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ രാവിലെ 6 മണിയാകുമ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വരും. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് കിട്ടും. ആ ബസ്സിൽ നേരെ നമുക്ക് ആതിരപ്പള്ളി വരാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൻ്റെ ടൈമിംഗ് വരുന്നതെന്ന് വെച്ചാൽ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് വാട്ടർഫോൾസിൻ്റെ ടൈമിംഗ് വരുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് കാറ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ. പോകുന്ന വഴി നിറയെ കാഴ്ചകളുണ്ട്, അത് കണ്ടുപോകാം. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് സിൽവർ സ്റ്റോങ് ഉണ്ട്. സിൽവർ സ്റ്റോങ്ങിൻ്റെ നേരെ മുമ്പിൽ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അവിടെ വന്നിട്ട് അവിടുത്തെ കാഴ്ചകളാണ്. ജസ്റ്റ് അത് കണ്ടപ്പോൾ നമ്മൾ ഒരിക്കലും കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് നിർത്തി നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടു. അതേപോലെ തന്നെ ഈ ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് നമുക്ക് പോകാം. ശരിക്കും ഈ കാണുന്നതെന്ന് വെച്ചാൽ ആതിരപ്പള്ളിയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതാണ്, അതായത് ചാലക്കുടി റിവറിലേക്ക് വെള്ളം ഒഴുകി പോകുന്നതാണിത്. ഇത് ശരിക്കും ചാലക്കുടി റിവർ എന്നാണ് അറിയപ്പെടുന്നത്. ചാലക്കുടി റിവറിലേക്ക് വെള്ളം ഒഴുകി പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പം ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വരുന്നവരാണെങ്കിൽ മിസ് ചെയ്യരുത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ലൈഫിൽ ഒരു ടൈമെങ്കിലും നിങ്ങൾ ഇതൊക്കെ കണ്ടിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിസ്സിങ് ആയിരിക്കും അത്. അതേപോലെ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് താഴേക്ക്, ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് സ്റ്റെപ്പ് ഉണ്ടെന്ന്. ആ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴെ ചെന്ന് അവിടെയൊക്കെ വാട്ടർഫോളിൻ്റെ അവിടെയൊക്കെ ഇറങ്ങാം. പക്ഷേ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇത് ഡേഞ്ചർ ഏരിയ ആണ്, നിങ്ങൾ സൂക്ഷിച്ച് പോകണം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ താഴേക്ക് പോകുന്നവരാണെങ്കിൽ സൂക്ഷിക്കുക. അതേപോലെ ആ കല്ലുകളൊക്കെ സ്ലിപ്പാവും, അവിടെ ബോർഡിൽ ക്ലിയർ ആയിട്ട് അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ബെറ്റർ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇത് കാണുക, ഒത്തിരി റിസ്ക് എടുക്കാൻ നിൽക്കരുത്. നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതേ കണക്കുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. സോ സൂക്ഷിച്ച് നിങ്ങൾ യാത്ര ചെയ്യുക. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും ആതിരപ്പള്ളിയിലേക്ക് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആതിരപ്പള്ളി എത്താറാവുന്ന തൊട്ട് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാം. അതേപോലെ തന്നെ ടിക്കറ്റ് എടുക്കാൻ വേറെ ഒരു സ്ഥലം കൂടിയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വാട്ടർഫോൾസ് എൻട്രി ചെയ്യുന്ന അവിടെയും ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, നമുക്ക് അവിടെയും പോയി ടിക്കറ്റ് എടുക്കാം. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് എടുത്തിട്ട് പോയ കാര്യം വേറെ ഒന്നുമില്ല, ഇവിടെ തിരക്ക് കുറവായിരുന്നു. അപ്പോൾ ആ ചേച്ചിമാർ അവിടെ നിന്ന് ചേച്ചിമാരും പറഞ്ഞു ഇവിടെ തിരക്ക് കുറവാണ്, നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയിക്കോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ എന്തായാലും കൗണ്ടറിൽ വന്നു, ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 60 റുപ്പീസാണ് എൻട്രി ഫീ. അതേപോലെ തന്നെ നമ്മൾ കാറിൽ വരികയാണെങ്കിൽ കാറിന് 40 റുപ്പീസ് പാർക്കിംഗ് ഫീസ് ഉണ്ട്. അങ്ങനെ നമ്മൾ 9 പേർക്കും കൂടി 560 രൂപയായി. അത് കണക്ക് 40 രൂപ പാർക്കിംഗ് ഫീസ്, അങ്ങനെ 600 രൂപ നമുക്കായത് ശരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ അവിടെ ചെന്നു. പിന്നെ വരുന്ന വഴിക്ക് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം ചിലവർ ഡീസലൊക്കെ അടിക്കാൻ വിട്ടുപോകും, അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ വിട്ടുപോകും. അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് നമ്മളും ശരിക്കും ഡീസൽ അടിക്കാൻ വിട്ടുപോയി. എന്നാലും ഇവിടെ മുകളിൽ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ പെട്രോൾ പമ്പ് 2 ഉണ്ട്, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട.
അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ നമ്മളവിടെ എത്തി. അവിടെ നിറയെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കൂടെ വന്നവരെ ഇവിടെ എൻട്രൻസിൽ ഇറക്കി ഞാൻ നേരെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ കുറച്ച് കൂട്ടുകാരെ കണ്ടു. വേറെ ഒന്നുമില്ല, ജീവിതത്തിൽ എന്നും പേ നോക്കി മാത്രം ജീവിതം കളയുന്ന കുറച്ച് കൂട്ടുകാർ അവിടെ നിന്ന് സ്ഥിരം അവർ എന്നും ചെയ്യുന്ന കണക്ക് തന്നെ പേ നോക്കി സമയം കളയുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സൂക്ഷിക്കുക, ഇവിടെ വെച്ചിട്ട് ഫുഡൊക്കെ എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടുകാരൊന്നും നോക്കത്തില്ല, അവർ അറ്റാക്ക് ചെയ്യും. പിന്നെ നിങ്ങൾ കടി കിട്ടി അടി കിട്ടി ചവിട്ട് കിട്ടി തൊഴി കിട്ടി എന്നൊന്നും പറയരുത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ വാട്ടർഫോൾസിലേക്ക് പോയി. പോകുന്ന വഴിക്ക് നിറയെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളായിട്ടൊക്കെ വരുന്നവർക്ക് നല്ലൊരു ചിലവായിരിക്കും, അപ്പോൾ അത് സൂക്ഷിച്ചുകൊള്ളുക. പിന്നെ അതിനൊക്കെ നമ്മൾ എൻട്രൻസിലെത്തി. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചു. നമ്മൾ 9 പേരും എൻട്രി ആവുന്ന സമയത്ത് അവിടെ ഒരു റൈറ്റ് സൈഡിൽ കുറച്ച് ചേച്ചിമാരിപ്പുണ്ട്. അപ്പോൾ അവരെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അവർ 20 രൂപ മേടിക്കും. ഇപ്പോൾ നമ്മൾ ഒരു കുപ്പി വെള്ളമൊക്കെ കൊണ്ടുവരാൻ പ്ലാസ്റ്റിക് ബോട്ടിലെ വെള്ളം കൊണ്ടുവരുന്നെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് 20 രൂപ അവിടെ മേടിച്ച് വെക്കും. തിരിച്ച് നമ്മൾ ആ ബോട്ടിൽ കൊണ്ടുവന്ന് അവരെ കാണിച്ചാൽ മാത്രമേ അവർ സ്റ്റിക്കർ ഒട്ടിക്കും. തിരിച്ച് നമ്മൾ ആ കൊണ്ടുവന്ന ബോട്ടിൽ കാണിച്ചാൽ മാത്രമേ അവർ ആ 20 രൂപ നമുക്ക് റീഫണ്ട് ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലങ്ങളിൽ, അതായത് വാട്ടർഫോൾസിൻ്റെ അവിടെ കടകളുണ്ട്. അവിടെ ചെന്ന് നമ്മൾ വെള്ളം മേടിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് മേടിച്ചാലും എല്ലാത്തിനും അവർ എക്സ്ട്രാ ഒരു 20 രൂപ വാങ്ങും. അത് നമുക്ക് തിരിച്ച് എക്സിറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 20 രൂപ റീഫണ്ട് ചെയ്യും. വേറെ എന്തുകൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ്. നമ്മുടെ ഫോറസ്റ്റ് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അത് മാലിന്യമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഗവൺമെൻറ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ കാണുന്നതാണ് നമ്മുടെ വാതിരപ്പള്ളി വാട്ടർഫോൾസ്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകാതെ നേരെ വ്യൂ പോയിൻറ്റിലോട്ട്, അതായത് റൈറ്റിൽ താഴെ വ്യൂ പോയിൻറ്റിലോട്ട് പോവാണ്. എന്തായാലും നമ്മൾ വന്നപ്പം റെഡ് അലേർട്ടൊക്കെ കാണിച്ചാണ്, പക്ഷേ ദൈവം സഹായിച്ച് ഇത് ഓപ്പൺ ആയിരുന്നു. അപ്പം നമുക്ക് താഴേക്ക് പോയി താഴത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് വരാം. അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും കാണേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ അതിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ താഴെ നോക്കി ശ്രദ്ധിച്ച് പതുക്കെ നടന്നു പോകുക. വേറെ ഒന്നും കൊണ്ടല്ല, തറ ലെവലോ കാര്യങ്ങളൊന്നുമല്ല. അതിനൊക്കെ തന്നെ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. തെന്നാതെ സൂക്ഷിച്ച് അതിനൊക്കെ തന്നെ സ്റ്റെപ്പൊക്കെ പതുക്കെ സൂക്ഷിച്ചിറങ്ങി പോയാൽ ആരോഗ്യമായിട്ട് തന്നെ തിരിച്ച് വരാം. ഇല്ല ധൃതിയൊക്കെ കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ താഴെ എവിടെയെങ്കിലും കാണും. അപ്പം ഇതാണ് കണ്ടോ, ഇതാണൊക്കെ ഇരിക്കും ഫ്ലോറൊക്കെ. അപ്പോൾ സൂക്ഷിച്ച് പതുക്കെ തെന്നാതെ തട്ടാതെ മുട്ടാതൊക്കെ പോയി കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. വേറെ ഒന്നും നമ്മൾ വാട്ടർഫോളിൻ്റെ വ്യൂ പോയിന്റ് കാണാൻ പോകുന്നതിൻ്റെ ആ സന്തോഷ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ തിരിച്ച് കയറി വരുന്നവരുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം കഷ്ടപ്പാടാണ് തിരിച്ച് കയറി വരുന്നതെന്നുള്ളത്. അതേപോലെ എല്ലാവരും ഫുള്ള് നനഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും നമുക്ക് എന്താണ് എല്ലാവരും നനഞ്ഞു വരുന്നത്. അതിനൊക്കെ എൻ്റെ ഫ്രണ്ടിൽ ഒരുത്തൻ കുടയൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു നോർത്ത് ഈസ്റ്റുകാരനാണ്. ശരിക്കും ഞാൻ അവനെ മനസ്സിലിങ്ങനെ കളിയാക്കുന്നുണ്ട്, ഇവനെന്തിനാ കുടയൊക്കെ ആയിട്ട് അവിടെ പോകുന്നത്. ശരിക്കും ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അത് മനസ്സിലായത്. കേരളക്കാരനായ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണ് അവനറിയാവുന്നത്. അവൻ കുടയൊക്കെ ആയിട്ട് പോയതുകൊണ്ട് അവന് അവിടെ ചെന്നപ്പോൾ അത് ഉപകാരപ്പെട്ടു. ഫൈനലി കുറേ ദൂരം നടന്നു, നല്ല ദൂരം ഉണ്ട് നടന്ന് നമ്മുടെ വ്യൂ പോയിൻറ്റിലോട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വ്യൂ പോയിൻറ്റ്. വാവ്, ഇതാണ് ശരിക്കും ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിൻറ്റ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ അടുത്തോട്ടല്ല, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറ ക്ലിയർ ആവില്ല. വേറെ എന്നിട്ട് അവിടെ നല്ല രീതിക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. അതായത് ഭയങ്കര ഫാസ്റ്റിൽ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ക്യാമറ ഒന്നും കിട്ടില്ല. നമ്മുടെ ക്യാമറയിലൊക്കെ ഫുള്ള് വെള്ളമാണ്. ക്യാമറയിലല്ല, ഫോൺ ഫുള്ള് വെള്ളമാണ്. നമ്മളും ഫുള്ള് നനഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ആൾക്കാർ തിരിച്ച് നനഞ്ഞ് കയറി പോകുന്നത്. ഇവിടെ വരുന്ന എല്ലാവരും നനഞ്ഞേ കയറി പോകത്തുള്ളൂ. പിന്നെ നമുക്ക് നല്ല ക്ലിയറുള്ള ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും കൂടുതൽ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് വ്യൂ പോയിൻ്റ് താഴെ നിന്ന് ഏത് ഫോട്ടോ വീഡിയോ എടുത്താലും ക്ലിയറൊക്കെ അത്യാവശ്യം കുറവായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വരുന്ന എല്ലാവരും നല്ല കുളിച്ചേ പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ നനഞ്ഞ് കുളിച്ചേ പോകത്തുള്ളൂ. പിന്നെ ഈ കുടയായിട്ടൊക്കെ 1-2 പേര് വരും. എന്നാലും അവർ കുറച്ച് നേരം കഴിയുമ്പോൾ അവർക്ക് ആ ഫീൽ കിട്ടാൻ വേണ്ടി ആ കുടയൊക്കെ അവർ മാറ്റി വെക്കും. വേറെ ഒന്നല്ല, ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആസ്വദിക്കാനാണല്ലോ. നമ്മുടെ ആ ഒരു വാട്ടർഫോളിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ ശരിക്കും കുടയൊക്കെ ഇല്ലാതെ വന്ന് നമ്മൾ അടിച്ച് നനഞ്ഞ് ആ ഒരു സുഖത്തിൽ പോയാലേ പറ്റത്തുള്ളൂ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നതും. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് വാട്ടർഫോളിൻ്റെ ആ സൈഡിലൊക്കെ എന്ന് വെച്ചാൽ നല്ല വ്യൂ പോയിൻ്റ് ആണ്. നല്ല വ്യൂ ആണ്. അങ്ങോട്ടൊക്കെ സൈഡിലോട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ഫോട്ടോസൊക്കെ കിട്ടും നമ്മൾ, അല്ലെങ്കിൽ ക്ലിയർ വീഡിയോ ഒക്കെ കിട്ടും. പക്ഷേ ഈ വാട്ടർഫോളിനെ ഫേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് നോക്കിയാലും ക്ലിയർ കിട്ടില്ല. വരുന്നതിന് നല്ല സ്പീഡിൽ നല്ല ഇതിൽ സ്പ്രേ ചെയ്യുന്ന വെള്ളം സ്പ്രേ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ക്ലൈമറ്റാണ്. ശരിക്കും ഇപ്പോഴാണ് വരേണ്ട സമയം കേട്ടോ. കാരണം വെച്ചാൽ നല്ല വെള്ളമുണ്ട്, മഴയില്ല, അതേപോലെ തന്നെ നല്ല അടിപൊളി തണുത്ത ക്ലൈമറ്റ്. ഈ സമയമാണ് ശരിക്കും ആതിരപ്പള്ളി വാട്ടർഫോൾസിൽ വരേണ്ടത്. അതേപോലെ തന്നെ ഗൂഗിളിൽ പറയുന്നത് വെച്ചാൽ സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ് ആതിരപ്പള്ളി വാട്ടർഫോൾസിൽ വരേണ്ടത്. ശരിക്കും ഇപ്പോൾ മഴയൊക്കെ കുറച്ച് ദിവസം മുമ്പ് മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. പിന്നെ ചൂടും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ നമ്മൾ ടയേർഡ് ആവില്ല, നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും.
പിന്നെ നമ്മൾ ഈ താഴെ എത്തുമ്പോൾ ശരിക്കും അവിടുത്തെ സൗണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക കുളിർമയാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടില്ല, ആ വെള്ളം വന്ന് വീഴുന്നതും അതിനൊക്കെ ആ വെള്ളം സ്പ്രേ ചെയ്ത് നമ്മുടെ ദേഹത്ത് വീഴുന്നതും അതിൻ്റെ കൂടെ സൗണ്ടും എല്ലാം കൂടെ ആകുമ്പം ശരിക്കും നമുക്ക് നമ്മുടെ മനസ്സിന് ഭയങ്കര ആശ്വാസം, അല്ല ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമുക്കെന്ന് വെച്ചാൽ ഒത്തിരി സ്ട്രെസ്സ് അല്ലെങ്കിൽ ജോലി ഒക്കെ ടെൻഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നേരെ അതൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഫ്രീ ആയിട്ട് മൈൻഡ് ഫ്രീ ആയി അടിപൊളി എൻജോയ് ചെയ്ത് പോകാം. അപ്പം ഇതാണ് നമ്മൾ ശരിക്കും വാട്ടർഫോളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്. അവിടെ അത് കണക്കിനെ കയറി നിൽക്കാനൊക്കെ സ്ഥലമുണ്ട്, ഒത്തിരി നനയാതെ കയറി നിൽക്കാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും റെസ്റ്റ് എടുക്കണമെങ്കിൽ അവിടെ റെസ്റ്റ് എടുക്കാം. പിന്നെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വാട്ടർഫോൾസ് കാണാൻ വന്ന ആ 8 പേര്, അതായത് ഞങ്ങളെ വാട്ടർഫോൾസ് കാണിച്ച് തരണേ ചേട്ടാന്ന് പറഞ്ഞിട്ട് വന്ന 8 പേരും ഈ വാട്ടർഫോൾസ് കണ്ടതും എങ്ങോട്ട് പോയെന്നറിയത്തില്ല. അവർ ഏതൊക്കെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുക, അത് കണക്ക് തന്നെ വാട്ടർഫോൾസ് ആസ്വദിക്കുക, അങ്ങനെയൊക്കെയാണ്. ശരിക്കും ഞാനിവിടെ വന്ന് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ വരുന്നു. ആ നിൽക്കുന്ന കൂട്ടത്തിലൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ഫുൾ എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു. മലയാളികൾ നിറയെ ഉണ്ടായിരുന്നെങ്കിലും കന്നഡ, തെലുങ്ക്, തമിഴൊക്കെ സംസാരിക്കുന്ന ആൾക്കാരും നിറയെ ഉണ്ടായിരുന്നു. അപ്പം ശനിയാഴ്ച ആയിരുന്നുകൊണ്ട് അത്യാവശ്യം ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു കൂടുതലും. അവരായിരിക്കും ശരിക്കും നല്ല രീതിക്ക് എൻജോയ് ചെയ്തത്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഈ താഴെ വ്യൂ പോയിൻറ്റിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഒരു റോപ്പ് കെട്ടി അല്ലെങ്കിൽ നമ്മുടെ ബാരിക്കേഡൊക്കെ വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് അതിനകത്തൊന്നും പോകാൻ അലൗഡ് ഇല്ല. നമുക്ക് ഇങ്ങനെ കറങ്ങി നമുക്ക് ഈ അലൗഡുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് ഇങ്ങനെ ചുറ്റിയടിച്ച് ഇങ്ങനെ നടക്കാം. അതേപോലെ തന്നെ അവിടെ പോയിരുന്ന് ഫോട്ടോ വീഡിയോ എടുക്കുക, അത് കണക്ക് തന്നെ. അല്ലെങ്കിൽ നമുക്ക് വാട്ടർഫോൾസ് നല്ല രീതിക്ക് ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് വാട്ടർഫോൾസ് കണ്ടുവരാം. അങ്ങനെ നമ്മളങ്ങനെ വാട്ടർഫോൾസൊക്കെ കണ്ട് അത് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ആ കയറ്റമൊക്കെ കയറി മുകളിൽ വന്നിട്ട് നമ്മൾ ആദ്യം കണ്ട ആ വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ താഴെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതുകൂടി കണ്ടില്ലെങ്കിൽ വന്നത് ഒരു നഷ്ടമാവും. എന്ന് വെച്ചാൽ നമ്മൾ താഴെ നിന്നിട്ടാണ് വാട്ടർഫോൾസിൽ വെള്ളം വന്ന് വീഴുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യൂ ഒന്ന് കണ്ടിട്ട് പോയി കളയാം എന്ന് കരുതിയിട്ട് വന്നതാണ്. ശരിക്കും മുകളിൽ നിന്നൊരു 1.5 കാഴ്ചയാണ്. അത് കണ്ടില്ലെങ്കിൽ നമ്മൾ വാട്ടർഫോൾസിൽ വന്നത് ശരിക്കും മിസ്സിങ് ആണ്. അപ്പോൾ നമുക്ക് മുകളിലെ കാഴ്ച എന്തോന്ന് കണ്ടിട്ട് വരാം. അതേപോലെ തന്നെ നമ്മൾ ആ മുകളിൽ കണ്ട കൂടാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇവിടെ എത്ര വെള്ളം പൊങ്ങിയാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ആ കൂടാരത്തിനൊന്നും സംഭവിക്കില്ലെന്നാണ്. അപ്പോൾ നമ്മൾ വാട്ടർഫോൾസൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചേച്ചി ഒരു കവണയിൽ കല്ല് വെച്ചിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചേച്ചിയെന്ന് ചോദിച്ചപ്പോൾ അത് ഈ കുരങ്ങന്മാർ വരുമ്പം അവരെ ഓടിക്കുന്നതാണ്. കാര്യം ഇവിടെ നിറയെ ആൾക്കാർ ഇവിടെ സൈഡിൽ ഫുഡ് ഇട്ട് കൊടുക്കും, അവർ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കും. ആ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ട് കൂടുതൽ അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കവണയിൽ കല്ലടിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്യാൻ തരുമോയെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു തരില്ല, അവിടെ കവണ മേടിക്കാൻ കിട്ടും പുറത്ത്, അത് മേടിച്ചിട്ട് പോയിട്ട് മക്കൾ എവിടെയാണെന്ന് വെച്ചാൽ ട്രൈ ചെയ്തോ. കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം ഇവിടെ ആരാണ്ട് വന്ന് കവണ ഇങ്ങനെ മേടിച്ചിട്ട് ഈ കുരങ്ങനെ അടിക്കുന്ന എന്തോ വീഡിയോ ഫോട്ടോ എടുത്തിട്ട് ചേച്ചിക്ക് പണി കിട്ടിയാണ്. അങ്ങനെ നമ്മൾ അവിടുന്നും നേരെ കയറി നമ്മൾ നേരെ എക്സിറ്റിലോട്ട് വന്നു. എക്സിറ്റ് വന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ബോട്ടിൽ എടുക്കുന്ന ആൻറ്റിമാർ, അവിടെ നമ്മുടെ കയ്യിലിരുന്ന ബോട്ടിൽ നമ്മൾ അവിടെ നിന്ന് ജ്യൂസ് വെള്ളമൊക്കെ മേടിച്ചിട്ട് ബോട്ടിൽ കൊടുത്തു. അവർ ക്യാഷ് റീഫണ്ട് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തപ്പി പിടിച്ച് നേരെ നമ്മൾ തിരിച്ചു പോരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. അതുവരെ ബൈ 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 ബൈ.